ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണം എന്ന നിലയ്ക്ക് വി ഗോവിന്ദൻ മാഷിനെതിരെയുള്ള ആരോപണത്തെ നമുക്ക് കാണാമെന്നുള്ളതിനപ്പുറത്ത് അതിൽ വേറെ വലിയ അർത്ഥമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു നിൽക്കാൻ വേണ്ടി അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, തോമസ് ഐസക്ക് ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ വില വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ വില വർദ്ധിപ്പിക്കില്ല, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന് 78% നിർണ്ണയിച്ച് അവർക്ക് ഇവിടെ ഒഴുക്കാൻ അവസരം കൊടുത്തു. അത് ജോണി വാക്കറിനോടും ശിവ ശ്രീകരനോടുമൊക്കെ കാശ് മേടിച്ചിട്ടാണോ, അതും അഴിമതിയല്ലേ എന്നുള്ള ചോദ്യം ഉന്നയിച്ച് പ്രതിരോധിക്കാനാണ് വി ഡി സതീശൻ ശ്രമിച്ചത്. അതിനകത്ത് പക്ഷേ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ, ഈ 78% ചുമത്തിയത് 150% കസ്റ്റംസ് ഡ്യൂട്ടിക്ക് മേലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എത്രയാണ്? 228%. അതായത് ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ അപ്പോഴത്തെ നികുതി, അതായത് 228 അത് മറച്ചു വെച്ചു. 150 എന്നുള്ളത് മിണ്ടിയില്ല. കസ്റ്റംസ് ഡ്യൂട്ടി 150 കണക്ക് പറയുമ്പോൾ അത് മാത്രമല്ല, അതേസമയം IMFL ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറിനേക്കാൾ കുറച്ച്, അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന് 210% നികുതിയുള്ളപ്പോൾ നിങ്ങൾ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന് 78% കുറച്ച് കൊടുത്തില്ലേ എന്നാണ് ചോദ്യം. പക്ഷേ 150 + 78 അങ്ങനെ 228 യഥാർത്ഥത്തിൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ ടാക്സ്. മാത്രമല്ല IMFL അന്ന് 210% ഉള്ളൂ, അതിനേക്കാൾ താഴെ തന്നെയാണ്. പിന്നെ മാത്രമല്ല ഈ 78 എന്നുള്ളത് പിന്നീട് 115% ആക്കുന്നുണ്ട്. അപ്പോൾ ഫലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 രൂപ അടിസ്ഥാന വിലയുള്ള മദ്യപാനികൾ സങ്കടപ്പെടും ഇതൊക്കെ കേൾക്കുമ്പോൾ. 100 രൂപ അടിസ്ഥാന വിലയുള്ള മദ്യം 540 രൂപയ്ക്കാണ് അവർ മേടിച്ച് കുടിക്കുന്നതെന്ന് ഓർക്കണം. ബാക്കി എല്ലാം ഈ ടാക്സ് ആയിട്ട് വരികയാണ് ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ വന്നപ്പോൾ. അല്ലാതെ ഇത് വെറുതെ എന്തോ വിതരണം ചെയ്യാനായിട്ട് ഏർപ്പാടാക്കിയെന്നുള്ള മട്ടിൽ ലാഘവത്തോടെ പറഞ്ഞു പോയാൽ അത് ശരിയല്ല. സഭയിൽ ഇതിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഈ മട്ടിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം, അതിനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. മറ്റൊന്ന്, അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയില്ല. സാധാരണ ബുധനാഴ്ച വാർത്താ സമ്മേളനം നടത്തി എല്ലാം നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ മാധ്യമങ്ങളെ ഇത് കണ്ടില്ല. ഈ ചോദ്യങ്ങൾ ഉണ്ടാവുന്ന അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അതാണ് അതിനകത്തുള്ള മറ്റൊരു കാര്യം. ഇനി വേറൊരു കാര്യം, ഈ അന്ന് ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു കേസിന് 6000 രൂപ അടിസ്ഥാന വിലയുള്ളത് വിൽക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഫലത്തിൽ അതിൻ്റെ ഈ കനത്ത ടാക്സും കൂടി കഴിയുമ്പോൾ ഇവിടെ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ മേടിച്ച് കുടിക്കാൻ ആഗ്രഹമുള്ളത് നല്ല മദ്യം എന്ന് വിശ്വസിച്ചാണല്ലോ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ മേടിച്ച് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിക്കുന്ന ഓരോരുത്തരും കനത്ത തുക കൊടുത്തിട്ടാണ് ആ ആഗ്രഹം നിവൃത്തി വരുത്തുന്നത് എന്നുള്ളതാണ് കാര്യം. കാരണം ഒരു കേസ് വിൽക്കുമ്പോൾ 16,000 രൂപ സർക്കാരിന് മിനിമമാണ് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന തീരുമാനമായിരുന്നത്. അപ്പം അതിനെ അങ്ങനെ ഒരു അഴിമതി ആരോപണം തിരിച്ചുന്നയിച്ച് അങ്ങനെ തടി തപ്പുന്നത് ശരിയായ രീതിയല്ല. അതുകൊണ്ടാണ് ഞാനത് ഇത്രയും വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതാണ്, അതൊരു സാമർഥ്യത്തിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ചത്. അപ്പോൾ ഇനിയുള്ളൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നിലവിലെ ചട്ടപ്രകാരം വിൽക്കാം, ഇത് ടാക്സും തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് പിന്നെ ഇതിറക്കണോ വേണ്ടതെന്ന് എക്സൈസ് വകുപ്പ് തീരുമാനിക്കുമെന്ന് ലിജു പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ പിടിച്ച് നിർത്താം. പക്ഷേ വേണമെങ്കിൽ കമ്പനിക്ക് കോടതിയെ സമീപിക്കാം. ഇനി ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇത് പിൻവലിച്ചാലും കമ്പനിക്ക് കോടതിയെ സമീപിക്കാം. അതായത് വിൽപ്പന തടഞ്ഞുകൊണ്ടുള്ള ഈ ടാക്സ് ഒക്കെ നിർണ്ണയിക്കാൻ ഇനി വേണമെങ്കിൽ ബജറ്റ് നിർദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ല, അതായത് അങ്ങനെയല്ല, ഇത് നേരത്തെ നടപ്പായി കഴിഞ്ഞതല്ലേ. 251% നിർണ്ണയിച്ചതാണ്. അതിന്റെ ശതമാനക്കണക്ക് കുറച്ച്. പക്ഷെ അതിന്റെ പ്രശ്നം അതല്ല. ഇനി അവർ കോടതിയിൽ പോയാലും 251% നിലവിലുള്ള ടാക്സ് മറ്റേ നിർദ്ദേശമായിട്ട് വന്നല്ലേ ഉള്ളൂ. അതാണ് അദ്ദേഹത്തെ ഓൾറെഡി ഇതിന്റെ കച്ചവടം നിരോധിക്കുക എന്നത് സാധ്യമല്ല. നിങ്ങൾ കച്ചവടം നടത്തുകയാണെങ്കിൽ 251% ടാക്സ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നന്നായി അദ്ദേഹം ഫ്ലോർ മാനേജ് ചെയ്തു. പക്ഷേ ഈ പ്രശ്നമുണ്ട്.